താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എനിക്കറിയാം. അമ്പലപ്പുഴയിൽ നിന്ന്. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞു, പാർട്ടി ഡിസിഷൻ എടുത്താൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ മത്സരിച്ചതെങ്കിൽ 50,000 വോട്ടാണ് ലീഡ്. ഒരു വോട്ട് കുറയത്തില്ല, 50,000 മുകളിലാണ് കഴിഞ്ഞ തവണ. ലിജു ഒന്നും കൂടെ മത്സരിക്കത്തില്ല, അയാൾ വല്ലവരോടും പറഞ്ഞു. സാധാരണ ഞാൻ വരത്തില്ല, ആരാധകം നടത്തും. അപ്പം മത്സരിക്കേണ്ട, കാരണം 2 ടീം വന്നു, ഞാനും ഐസക്കൊക്കെ അങ്ങ് മാറിയല്ലേ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുക. തീരുമാനിക്കാൻ വേണ്ടി ഞാനൊരു ശുപാർശയ്ക്കും പോകത്തില്ല. ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. ഇന്നേ വരെ എന്നെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, താങ്കൾ തുടങ്ങി വെച്ച പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പോലും താങ്കൾ ക്ഷണിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയല്ലോ. ക്ഷണിച്ചിട്ടില്ല. അല്ലാതെ ഇപ്പൊ ഈ തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ കാര്യത്തില് ഉദ്ഘാടനത്തിന് സമയത്ത് ഉദ്ഘാടന ചിത്രത്തിൽ താങ്കളുടെ ഫോട്ടോ വെച്ചിരുന്നു. പിന്നെ എച്ച് സലാം എനിക്ക് നേരിട്ട് വന്ന് ക്ഷണിച്ചു. എവിടെ? ഇല്ലേ, വീട്ടിൽ വന്ന്? ഇല്ല. ഫോണിൽ ക്ഷണിച്ചോ? ഇല്ല. നാലുകിറ പാലത്തിൻ്റെ ഒന്നും ഒന്നിനും ക്ഷണിച്ചിട്ടില്ല. ഇപ്പം അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ 100 കോടി രൂപ മുടക്കി പണിഞ്ഞ പിന്നെ ചേർത്തല പെരുമ്പളം പാലം ഉദ്ഘാടനത്തിനാവാനായിരിക്കുക. അവിടുത്തെ എന്താ പറയുന്നത്, ആരിഫും അന്ന് MLA ആയിരുന്നു, കരി പൈസ കൊടുക്കും. പിന്നെ ദിലീപയും കൂടെ പത്രസമ്മേളനമൊക്കെ നടത്തിയല്ലോ, ഞാനത് വായിച്ചു. മണ്ണ് പരിശോധന കായലുണ്ട്, അവിടെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് പാലത്തിൻ്റെ നിർമ്മാണമല്ല, ശിലാസ്ഥാപനം പിണറായി നടത്തിയ അധ്യക്ഷനായിരുന്നു. 2 യോഗത്തിലും സഹവാരിഫുണ്ട്, MLA ആണ്. അതിനെപ്പറ്റി അവരൊരു അക്ഷരം പറഞ്ഞില്ല പത്രസമ്മേളനത്തിൽ. ഇപ്പോഴത്തെ MLAയും ആരിഫ് എഴുപ്പുണ്ടല്ലോ കൂടെ. ആരിഫ് പറഞ്ഞു കൊടുക്കണ്ടേ? ആരിഫ് എന്താ മറന്നു പോകാൻ കാര്യം? ആരിഫാണ് അന്ന് അതിനു വേണ്ടി കത്തുന്നതെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ മര്യാദ, അതാണ് കമ്മ്യൂണിസം. ചരിത്രത്തെ അംഗീകരിക്കുന്നതാണ്. ചരിത്രത്തെ അംഗീകരിക്കുന്നതിൽ ഗുണം പിടിക്കുമോ? ഞാൻ വന്നതിന് ശേഷം ഇതെല്ലാം ഈ ഭൂലോകം ഉണ്ടായതൊക്കെ പറഞ്ഞാൽ എന്താ വിട്ടുതര? അപ്പോൾ അവരാ പത്രസമ്മേളനം നടത്തി. അവർ ഈ പാലം പണി ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളെ പറ്റി ഒരു അക്ഷരം അവർക്ക് അറിയത്തില്ല, അവർ അന്വേഷിക്കുന്നുമില്ല. അവരെ ഞാൻ വിളിച്ചത്, എന്താ മാഡം ഇതിങ്ങനെ നിങ്ങളുടെ ഈ പാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതെന്ത് പ്രയാസപ്പെട്ടത്? ഞങ്ങളവിടെ വന്നിട്ട് പിണറായി ഞാനും കൂടി വന്നിട്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയല്ലേ, നിങ്ങളതെന്താ പറയാത്തത്? കഴിഞ്ഞ ഗവൺമെൻറ് അല്ലേ ഈ പണം തന്നത്? അപ്പം എന്ത് പറഞ്ഞു? അയ്യോ, ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് സംബന്ധിച്ച് പ്രസംഗിക്കുന്ന കാര്യമല്ല, ഞാൻ എല്ലായ്പ്പോഴും പറയും. ഞാൻ പറഞ്ഞു, അതല്ല, ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങളത് പറയണ്ടേ. ആരിഫ് വന്നു, അപ്പോൾ MLA അല്ലേ. ഈ ചരിത്രമൊന്നും ആരും ഇവിടെ ഈ ചരിത്രം പറയേണ്ടത് അവരാണ്. ആരിഫും ആ സ്ത്രീയാണ് പറയേണ്ടത്, ആ മാഡമാണ് പറയേണ്ടത്. ഇതൊക്കെയാണ് അവഗണന എന്ന് പറയുന്നത്. ഇവരുടെ വിചാരം എന്താ? ഈ സുധാകരൻ പ്രായപരിധി വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റി മറുപടി അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ പാർട്ടിയിൽ ഓരോരുത്തരുടെ കഥ കഴിയട്ടെ, പിന്നെ കുറച്ച് പേര് മതി എന്നുള്ള തെറ്റായ സങ്കല്പം വന്നിരിക്കുന്നു. അത് ഞാൻ പറയുകയാണ്. ഈ പ്രായപരിധിയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതിയിൽ ഉൾപ്പെടുത്തിയതൊക്കെ വേറൊരു അർത്ഥത്തിൽ പാർട്ടിയുടെ തെറ്റുതിരുത്തലാണോ? അല്ല, പാർട്ടി തെറ്റ് കാണിച്ചതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റുതിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാവികാല ഫലങ്ങൾ, ചില തീരുമാനങ്ങൾക്ക് ഭാവികാല ഫലത്തിൽ ഗുണകരമായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു പാർട്ടിയിലുണ്ട്. കാരണം ഈ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടയർമെൻറ്റ് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ സഖാവ് പറഞ്ഞത് അത് കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സർവേ നടന്നു, സഖാവ് ശ്രദ്ധിച്ചു കാണും, NDTVയുടെ ഒരു സർവേ. അതിൽ പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ UDFന് അനുകൂലമാണ് എന്നാണ്. മാത്രമല്ല, പകുതിയിലധികം ഏതാണ്ട് 52% ആളുകൾ ഈ സർക്കാരിന്റെ പ്രവർത്തനം ഒന്നെങ്കിൽ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇങ്ങനെ കരുതുന്നത്? അല്ല, ആ സർവേ 100% ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് സർവേ നടത്തിയവരാരാണ്, അവരങ്ങനെയുള്ളവരാണ്, ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. അല്ല സഖാവ്, ഈ സർക്കാരിന് വിലയിരുത്തിയതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ വിലയിരുത്തുന്നതിൽ 52% ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ ജനങ്ങൾ നെഗറ്റീവായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ടുണ്ടെന്നൊന്നും പറയാനൊക്കത്തില്ല. എത്രയോ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചു, പല സ്ഥലത്തും ജയിച്ചില്ലേ, ഒരുപാട് സ്ഥലത്ത് ജയിച്ചില്ലേ, കുറച്ച് തോറ്റിട്ടുണ്ട്. അതൊക്കെ ഇവിടെ റിവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.